എല്ലാവർക്കും സ്നേഹ വന്ദനം. ആർട്സ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ഫൗണ്ടർ സാജു കുമാരദാസ് ആണ് സംസാരിക്കുന്നത്. ആർട്സ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ കമ്മ്യൂണിറ്റിയിലേക്ക് നിങ്ങളെ വളരെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ആർട്സ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ അംഗങ്ങൾ മുൻഗണനാക്രമത്തിൽ പാലിക്കേണ്ട പഞ്ചതത്വങ്ങളാണ് ഇവിടെ വിശദീകരിക്കുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് സമയം, സൗഖ്യം, സമ്പത്ത്, സ്നേഹം, സേവനം എന്നീ പഞ്ചതത്വങ്ങളിൽ അധിഷ്ഠിതമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് നമ്മൾ നടത്തുന്നത്. അതിലേറ്റവും ഇവയ്ക്കെല്ലാം തന്നെ തുല്യ പ്രാധാന്യമാണെങ്കിലും അല്പം മുൻതൂക്കം നമ്മൾ നൽകുന്നത് സമയത്തിനാണ്. അതിനുശേഷം സൗഖ്യം അഥവാ ആരോഗ്യം, മൂന്നാമത്തേത് സമ്പത്ത്, നാലാമത്തേത് സ്നേഹം, അഞ്ചാമത്തേത് സേവനം. സമയം എന്ന് പറയുന്നത് ഏറ്റവും അമൂല്യമായിട്ടുള്ളതാണ്. ഒരിക്കൽ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നീട് നമുക്കൊരിക്കലും തിരികെ ലഭിക്കാത്തതാണ്. മാത്രമല്ല അത് നമ്മൾ മുൻകൂട്ടി ആസൂത്രണം ചെയ്ത് ഉപയോഗിക്കുകയും വേണം. അടുത്തത് സൗഖ്യമാണ്. സൗഖ്യം എന്നാൽ നമ്മുടെ ഭൗതിക ശരീരത്തിൻ്റെയും നമ്മുടെ സ്വഭാവ ശരീരത്തിൻ്റെയും നമ്മുടെ കാരണ ശരീരത്തിൻ്റെയും അല്ലെങ്കിൽ വ്യക്തി, കുടുംബം, സമൂഹം എന്ന എല്ലാ സംവിധാനത്തിൻ്റെയും സൗഖ്യം വളരെ പരമപ്രധാനമാണ്. അതുപോലെ സമ്പത്ത്, ഭൗതികമായിട്ടുള്ള എല്ലാ വിഭവങ്ങളും നമുക്ക് ആവശ്യമുണ്ട്. അതുപോലെ അറിവാകുന്ന, ജ്ഞാനമാകുന്ന, വിദ്യയാകുന്ന സമ്പത്തും നമുക്ക് ആവശ്യമുണ്ട്. ഈ മുൻ സൂചിപ്പിച്ചതുപോലെ തന്നെ സമയം പോലെ തന്നെ സമ്പത്തും നമ്മൾ ആസൂത്രണം ചെയ്ത് ഉപയോഗിക്കേണ്ടതാണ്. അതുപോലെ തന്നെ സ്നേഹം, നമുക്ക് നമ്മളെ സ്വയം സ്നേഹിക്കാൻ കഴിയണം, മറ്റുള്ളവരെ സ്നേഹിക്കാൻ കഴിയണം, പ്രകൃതിയെയും പ്രപഞ്ചത്തെയും ഒക്കെ സ്നേഹിക്കാൻ കഴിയണം, നമ്മുടെ സൃഷ്ടികർത്താവിനെ സ്നേഹിക്കാൻ കഴിയണം. ഇതിനൊക്കെ നമുക്ക് ആവശ്യമുള്ള രണ്ട് വികാരങ്ങളാണ് ക്ഷമയും കൃതജ്ഞതയും. നമുക്ക് മറ്റുള്ളവരോട് ക്ഷമിക്കാൻ കഴിഞ്ഞാൽ നമുക്ക് അവരെ സ്നേഹിക്കാൻ കഴിയും. നമ്മൾ മറ്റുള്ളവരോട് കൃതജ്ഞതയുള്ളവരായിരുന്നാൽ നമുക്ക് അവരെ സ്നേഹിക്കാൻ കഴിയും. അതുപോലെ തന്നെ ഈ ലോകത്തിന്റെ തന്നെ നിലനിൽപ്പിന് ആധാരമായ ഒരു കാര്യമാണ് സേവനം. നമുക്ക് നമ്മളെ സേവിക്കാൻ കഴിയണം, മറ്റുള്ളവരെ സ്നേഹിക്കാൻ കഴിയണം, പ്രകൃതിയെയും പ്രപഞ്ചത്തെയും ഒക്കെ സേവിക്കാൻ കഴിയണം. പരോപകാര പ്രവണം പ്രപഞ്ചം എന്ന് മഹാകവി ഉള്ളൂർ അദ്ദേഹത്തിന്റെ സുഖം സുഖം എന്ന കവിതയിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. ഈ പഞ്ചതത്വങ്ങളിലാണ് നമ്മുടെ ആർട്സ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നിലനിൽപ്പ്. ഇനി ആർട്സ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ വിഷൻ അഥവാ കാഴ്ചപ്പാട് ആണ് ഇനി വിശദീകരിക്കുന്നത്. ത്രൂ പ്രോപ്പർ ലേണിംഗ് ആൻഡ് ട്രെയിനിങ് ചേഞ്ച് ദ ആറ്റിറ്റ്യൂഡ്സ് ഓഫ് ഇൻഡിവിജ്വൽസ് ആൻഡ് convince them the need of money and health in material life and led them to financial freedom and well-being. അനുയോജ്യമായ വിദ്യാഭ്യാസ പരിശീലന പദ്ധതികളിലൂടെ ആളുകളുടെ മനോഭാവം മാറ്റുകയും ഭൗതിക ജീവിതത്തിൽ പണത്തിൻ്റെയും ആരോഗ്യത്തിൻ്റെയും ആവശ്യകത ബോധ്യപ്പെടുത്തി സാമ്പത്തിക സ്വാതന്ത്ര്യത്തിലേക്കും സൗഖ്യത്തിലേക്കും നയിക്കുക എന്നുള്ളതാണ് ആർട്സ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ലക്ഷ്യം. നമ്മുടെ ദൗത്യം, മിഷൻ. To achieve the goal, various schemes will be set up in each of 9 divisions, each with its own experts in the field and a special board of directors and officials appointed to dominate the entire sector of the society. നമ്മുടെ ദൗത്യം ഓരോ മേഖലയിലും വിദഗ്ധരും പ്രത്യേക ഭരണ സംവിധാനവും പരിചയസമ്പന്നരായ ഉദ്യോഗസ്ഥരും അടങ്ങുന്ന 9 വിഭാഗങ്ങൾ. ഈ 9 വിഭാഗങ്ങൾ സമൂഹത്തിന്റെ സമസ്ത മേഖലയും പ്രതിദാനം ചെയ്യുന്നതാണ്. അങ്ങനെ ഈ 9 വിഭാഗങ്ങൾ തയ്യാറാക്കുന്ന പദ്ധതിയിലൂടെ നമ്മൾ നേരത്തെ പറഞ്ഞ ലക്ഷ്യത്തിലേക്ക് എത്തുക എന്നുള്ളതാണ് നമ്മുടെ ദൗത്യം. ഈ 9 വിഭാഗങ്ങളാണ് ഇവിടെ പറയുന്നത്. ലേണിംഗ് ആൻഡ് ട്രെയിനിങ്, വിദ്യാഭ്യാസവും പഠനവും പരിശീലനവും. 2
ഫിനാൻസ് ആൻഡ് ബാങ്കിങ്, സാമ്പത്തികവും ബാങ്കിങ്ങും. അതേപോലെ ഹെൽത്ത് ആൻഡ് ഹീലിംഗ്, ആരോഗ്യവും സുഖപ്പെടുത്തൽ. അതുപോലെ അഗ്രികൾച്ചർ ആൻഡ് ഫാമിംഗ്, കൃഷി ചെയ്യലും കൃഷിയും. കൺസ്ട്രക്ഷൻ ആൻഡ് ഡെവലപ്പിംഗ്, നിർമ്മാണവും വികസന പ്രവർത്തനവും. പ്രൊഡക്ഷൻ ആൻഡ് പ്രോസസ്സിംഗ്, ഉൽപാദനവും നിർമ്മാണ പ്രക്രിയയും. ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് സർവീസസ്, വിതരണവും സേവനവും. ചാരിറ്റി ആൻഡ് സോഷ്യൽ ആക്ടിവിറ്റീസ്, സേവനവും കാരുണ്യ പ്രവർത്തനങ്ങളും സാമൂഹിക പ്രവർത്തനം. മീഡിയ, മാധ്യമങ്ങൾ. ഇത്രയും 9 ഡിവിഷനാണ് നമുക്കുള്ളത്. ഒന്നാമത്തെ ഡിവിഷൻ ലേണിംഗ് ആൻഡ് ട്രെയിനിങ് ആണ്. ഈ ഡിവിഷനിൽ നമ്മൾ പ്രധാനമായും ഈ ബോധവൽക്കരണം, നമ്മുടെ ഈ പ്രപഞ്ചത്തെക്കുറിച്ചുള്ള അറിവുകൾ ആളുകൾക്ക് നൽകുക എന്നുള്ളതാണ്. അതിനുവേണ്ടി ആർട്സ് സക്സസ് അക്കാഡമി എന്ന ഒരു ഓൺലൈൻ അക്കാഡമി നമുക്കുണ്ട്. ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ അക്കാഡമി ഉണ്ട്. അതേപോലെ തന്നെ ആർട്സ് ആൻഡ് സ്പോർട്സ് അക്കാഡമി ഉണ്ട്. ആർട്സ് പ്രീ സ്കൂൾസ് ആൻഡ് സ്കൂൾസ് ഉണ്ട്. അതായത് ഇന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ അശാസ്ത്രീയമായി കൈകാര്യം ചെയ്യുന്നതാണ് പ്രീ സ്കൂൾസ്. തീരെ വിദ്യാഭ്യാസം കുറഞ്ഞ, കൃത്യമായി അറിവുകളില്ലാത്ത ആളുകളെ കൊണ്ടാണ് നമ്മൾ പ്രീ സ്കൂൾസ് കൈകാര്യം ചെയ്യുന്നത്. വിദേശ രാജ്യങ്ങളിൽ ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസ യോഗ്യതയുള്ള ആളുകളെ കൊണ്ടാണ് പ്രീ സ്കൂൾസ് കൈകാര്യം ചെയ്യുന്നത്. അതുപോലെ തന്നെ സ്കൂളുകളാണെങ്കിലും നമുക്ക് ആവശ്യമുള്ള, ഒരാൾക്ക് ഭൗതിക ജീവിതത്തിൽ ആവശ്യമുള്ള വിദ്യാഭ്യാസ സമ്പ്രദായം അല്ല ഇന്ന് നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്നത്. അപ്പോൾ പൊതുവിൽ നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്ന വിദ്യാഭ്യാസം നമ്മുടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഉണ്ടെങ്കിലും നമ്മൾ നമ്മുടേതായ നിലനിൽപ്പിന് ആവശ്യമായ ലോകത്തിന്റെ യഥാർത്ഥമായ വിദ്യാഭ്യാസം കൂടി നമ്മൾ നൽകുന്നുണ്ട്. അതുപോലെ ആർട്സ് ആൻഡ് സയൻസ് കോളേജും പ്രൊഫഷണൽ കോളേജുകളും യൂണിവേഴ്സിറ്റികളും ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസും ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസും എല്ലാം നമ്മുടെ ഇതിൽ വരും. ഇനി ഫിനാൻസ് ആൻഡ് ബാങ്ക്, എല്ലാത്തിൻ്റെയും മുൻഗണനാ ക്രമത്തിൽ തന്നെയാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഒരാൾക്ക് ഏറ്റവും അത്യാവശ്യം വിദ്യാഭ്യാസവും പരിശീലനവും, അതിലൂടെയാണ് ആളുകൾക്ക് നല്ല അവസ്ഥയിലേക്ക് എത്തിച്ചേരാൻ കഴിയും. അതിനുശേഷം നമുക്ക് പണം അല്ലെങ്കിൽ ബാങ്കിങ് സംവിധാനം. പണത്തെക്കുറിച്ച് കൈകാര്യം ചെയ്യുന്ന അതിനെക്കുറിച്ച് നമ്മൾ പഠിക്കണം. അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ആർട്സ് സക്സസ് അക്കാഡമിയിലും അതേപോലെ തന്നെ എൻ്റെ സ്വന്തം സംവിധാനമായിട്ടുള്ള ഫാമിലി വെൽബീയിങ് ഹബിലും ഒക്കെ നമ്മൾ പഠിക്കും. ഇനി നമ്മൾ ഒരു ഓൺലൈൻ സംവിധാനം, ഗൂഗിൾ പേ, ഫോൺ പേ പോലെയൊക്കെയുള്ള ആർട്സ് പേ എന്ന് പറയുന്നൊരു സംവിധാനം നമുക്കുണ്ടാവും. അതേപോലെ തന്നെ ഇൻഫോർമൽ ബാങ്കിങ്, നമ്മുടെ പഴയ കാലത്തെ സ്വർണ്ണപ്പണയ ചെറിയ നാട്ടും പുറത്തുള്ള ബാങ്കിങ്ങുകൾ അതുണ്ടാവും. അതേപോലെ കോർപ്പറേറ്റീവ് സൊസൈറ്റികൾ വരും. അതുപോലെ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനികൾ, അതായത് ഇന്ന് നമ്മുടെ നാട്ടിൽ കാണുന്ന NBFCകൾ വരും. അതേപോലെ മൈക്രോ ഫിനാൻസ് കമ്പനികൾ വരും. അതേപോലെ തന്നെ ഷെഡ്യൂൾഡ് ബാങ്ക് വരും നമ്മുടെ തന്നെ. ഇതാണ് ഈ മേഖലയിൽ നമുക്ക് വരുന്നത്. അതുപോലെ ഹെൽത്ത് ആൻഡ് ഹീലിംഗ്, നമ്മൾ വലിയ പ്രാധാന്യം കൊടുക്കുന്ന ഒരു മേഖലയാണ് ഹെൽത്ത് ആൻഡ് ഹീലിംഗ്. ഇത് നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ കച്ചവടവൽക്കരിക്കപ്പെടുകയും വളരെയധികം തെറ്റായ രീതിയിൽ ആളുകളെ കൊണ്ടുപോവുകയൊക്കെ ചെയ്യുന്ന ഒരു മേഖലയാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ നമുക്ക് എങ്ങനെയാണ് ആരോഗ്യത്തോടെ ജീവിക്കാൻ കഴിയുന്നത് എന്നുള്ളതിനെ പഠിപ്പിക്കുകയും, ഇനി നിർഭാഗ്യവശാൽ തെറ്റായ വഴി പോയിരിക്കുന്ന ആളുകൾക്ക് വന്നിരിക്കുന്ന ബുദ്ധിമുട്ടുകൾ നമ്മുടെ ആർട്സ് വില്ലേജ് വെൽനസ് സെന്റേഴ്സിൽ വെച്ച് നമുക്ക് സ്വാഭാവികമായ മാറ്റം മാറ്റാം. ഇനി അതും അല്ലെങ്കിൽ നമുക്ക് പോളിപ്പതി ക്ലിനിക്കുകളുണ്ട്. അതായത് അലോപ്പതി, ആയുർവേദം, സിദ്ധ, യുനാനി തുടങ്ങിയ എല്ലാ ചികിത്സാ സമ്പ്രദായങ്ങളും ഒരുമിച്ച് ചേർന്നിട്ടുള്ള ക്ലിനിക്കുകളെയാണ് പോളിപ്പതി ക്ലിനിക്കുകൾ എന്ന് പറയുന്നത്. അത്തരം ക്ലിനിക്കുകളിൽ നിലവിൽ ഒരാൾ ഏത് മാർഗത്തിലാണോ ചികിത്സ നടത്തിക്കൊണ്ടിരിക്കുന്നത് ആ ചികിത്സയിലൂടെ തന്നെ അവരെ ചികിത്സിച്ചു തുടങ്ങുകയും പിന്നീട് മരുന്നില്ലാത്ത ചികിത്സാ സമ്പ്രദായത്തിലേക്ക് നമ്മൾ തിരിച്ചെത്തിക്കുകയും ചെയ്യും. അല്ലെങ്കിൽ താരതമ്യേന ആളുകൾക്ക് ഉപദ്രവമില്ലാത്ത ചികിത്സാ സമ്പ്രദായത്തിലേക്ക് എത്തിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ ഏറ്റവും ക്രിട്ടിക്കൽ ആയിട്ടുള്ള അസുഖങ്ങളുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് നമ്മൾ മെഡിക്കൽ കോളേജുകളും അതേപോലെ തന്നെ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളും ഒക്കെ നമ്മളുടേതായ ആർട്സ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ തന്നെ അണ്ടറിൽ വരും.
ഇനി അഗ്രികൾച്ചർ ആൻഡ് ഫാമിംഗ്. ഈ അഗ്രികൾച്ചറും ഇന്ന് വളരെ തെറ്റായ രീതിയിൽ നമ്മൾ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അതിനു വേണ്ടിയിട്ട് നമ്മൾ ഫാർമേഴ്സ് ഫോറംസ്, അതായത് 5 പേര് 10 പേരടങ്ങുന്ന ഗ്രൂപ്പുകൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യും. അതേപോലെ തന്നെ നാച്ചുറൽ ഫാമിംഗ് സൊസൈറ്റീസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. അതേപോലെ തന്നെ ഫാംസ് ആൻഡ് പ്രൊഡക്ഷൻ സെന്റേഴ്സ്, വലിയ വലിയ ഫാമുകളും അതിനോട് ചേർന്നുള്ള പ്രൊഡക്ഷൻ സെന്റേഴ്സും നമ്മൾ തുടങ്ങും. അതിനുവേണ്ടി LLPs, ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പുകൾ നമ്മൾ ആരംഭിക്കും. അതിലൂടെ നമുക്ക് നിരവധി വസ്തുവകകൾ സമ്പാദിക്കുന്നതിനും, അല്ലെങ്കിൽ നമുക്ക് ഈ ഫാംസ് ഒക്കെ സ്ഥാപിക്കാൻ നമുക്ക് സ്വന്തമായിട്ട് നമ്മുടെ ട്രസ്റ്റിന്റെ സ്വന്തം സ്ഥലത്ത് തന്നെ നമുക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ആർട്സ് LLPs നമ്മൾ ചെയ്യുന്നത്. ഒരു ആർട്സ് എസ്റ്റേറ്റുകൾ വരും. അതേപോലെ തന്നെ നാച്ചുറൽ ഫാമിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി നമുക്ക് വരും. പിന്നീട് കൺസ്ട്രക്ഷൻ ആൻഡ് ഡെവലപ്മെന്റ്. നമ്മൾക്ക് തന്നെ നമ്മുടെ സ്ഥാപനങ്ങളും ഓഫീസുകളും ഒക്കെ പ്രവർത്തിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കൺസ്ട്രക്ഷൻസ് നമുക്ക് ആവശ്യമുണ്ട്. അതായത് ഭൂമി നമുക്ക് അനുയോജ്യമായി തീർക്കേണ്ടതുണ്ട്. അതിനൊക്കെ നമ്മുടേതായ സ്ഥാപനങ്ങൾ തന്നെ വരും. അതിനും ആർട്സ് LLPs ഉണ്ട്. അതേപോലെ തന്നെ ഗ്രീൻ ഹോംസ്, പ്രകൃതിക്ക് അനുയോജ്യമായ രീതിയിൽ വീടുകൾ നമ്മൾ വെച്ചു കൊടുക്കും, എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള വീടുകൾ. അതേപോലെ തന്നെ ആർട്സ് ഹോംസ് ആൻഡ് വില്ലാസ്, ഇതൊക്കെ നമ്മൾ എല്ലാം എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള കൺസ്ട്രക്ഷനായിരിക്കും നമുക്ക് ഉണ്ടാവുക. ആർട്സ് കൺസ്ട്രക്ഷൻ ആൻഡ് ഡെവലപ്പേഴ്സ്, ആർട്സ് ഇക്കോ ഫ്രണ്ട്ലി സെൽഫ് സഫിഷ്യന്റ് വില്ലേജസ്. അതായത് ഒരു വില്ലേജ്, ഒരു വലിയ ഒരു ഗ്രാമം തന്നെ നമ്മൾ സൃഷ്ടിക്കും. സെൽഫ് സഫിഷ്യന്റ് ആയിട്ടുള്ള ഗ്രാമം. എല്ലാം ആ ഗ്രാമത്തിലുള്ളവർക്ക് വൈദ്യുതി അടക്കം എല്ലാം ആ ഗ്രാമം തന്നെ ഉൽപ്പാദിപ്പിക്കുകയും അവർക്ക് ആവശ്യമായിട്ടുള്ള വിഭവങ്ങൾ അവർ ഉൽപ്പാദിപ്പിക്കുകയും കൂടുതലുള്ളത് മറ്റുള്ളവർക്ക് നൽകുകയും ചെയ്യുന്ന ഒരു സംവിധാനമാണ് ആർട്സ് ഇക്കോ ഫ്രണ്ട്ലി സെൽഫ് സഫിഷ്യന്റ് വില്ലേജസ് എന്ന് പറയുന്നത്. അതുപോലെ പ്രൊഡക്ഷൻ ആൻഡ് പ്രോസസ്സിംഗ്, ചെറിയ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് മുതൽ വലിയ ലാർജ് സ്കെയിൽ ഇൻഡസ്ട്രീസ് വരെ നമ്മുടെ സംവിധാനങ്ങൾ ഉണ്ടാവും. അതാണ് ഇവിടെ മൈക്രോ ഇൻഡസ്ട്രീസ് യൂണിറ്റ് ഉണ്ട്, സ്മോൾ ഇൻഡസ്ട്രീസ് ഉണ്ട്, മീഡിയം ഉണ്ട്. അതാണ് MSME എന്ന് പറയും, MSME. അങ്ങനെയുള്ള എന്റർപ്രൈസസ് നമ്മളുടെ ഇത് വരും. അതേപോലെ തന്നെ വില്ലേജ് ഇൻഡസ്ട്രീസ് യൂണിറ്റും ലാർജ് ഇൻഡസ്ട്രീസ് യൂണിറ്റും നമുക്കുണ്ടാവും. ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് സർവീസസ്, നമ്മൾ ഉണ്ടാക്കുന്ന സാധനങ്ങൾ നമ്മൾ തന്നെ സർവീസ് ചെയ്യും. നമ്മൾ ഉണ്ടാക്കുന്ന കാർഷിക ഉൽപ്പന്നങ്ങൾ, നമ്മൾ പ്രോസസ്സ് ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾ നമ്മുടെ കിച്ചണിൽ വെച്ച് തന്നെ നമ്മൾ പ്രിപ്പയർ ചെയ്ത് നമ്മൾ തന്നെ നമ്മുടെ ഔട്ട്ലെറ്റുകളിലൂടെ വിൽപ്പന നടത്തും. നമ്മുടേതായിട്ടുള്ള ഹോട്ടലുകളും റെസ്റ്റോറൻറ്റുകളും റിസോർട്ടുകളും ഒക്കെ നമ്മുടേതായിട്ട് വരും. അതുപോലെ ട്രാൻസ്പോർട്ട് സംവിധാനം, ടാക്സി സംവിധാനം, ഗുഡ്സ് കാരിയേജസ്, ഇതെല്ലാം നമ്മുടേതായ അണ്ടറിൽ വരും. ആർട്ട് സ്റ്റോഴ്സുകൾ നമ്മൾ എല്ലാ പഞ്ചായത്തുകളിലും വരും. അതേപോലെ തന്നെ വിർച്വൽ സ്റ്റോഴ്സ്, നമുക്ക് ഓൺലൈനായിട്ട് സാധനങ്ങൾ വാങ്ങാനുള്ള വിർച്വൽ സ്റ്റോഴ്സ്. അതുപോലെ മൂവിങ് സ്റ്റോഴ്സ് എന്ന് പറഞ്ഞാൽ ആളുകളുടെ വീടുകളിലേക്ക് നമ്മുടെ ഷോപ്പുകൾ ചെല്ലുന്നതാണ് മൂവിങ് സ്റ്റോഴ്സ് എന്ന് പറയുന്നത്. അതുപോലെ ആർട്സ് സൂപ്പർ മാർക്കറ്റുകളും മാളുകളും ഒക്കെ നമ്മളുടേതായിട്ട് വരും. ഇനി ചാരിറ്റി ആൻഡ് സോഷ്യൽ സർവീസസ്, ഇതാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട മേഖല. അവിടെ നമുക്ക് പ്രധാനമായിട്ടും നമ്മൾ ബോധവൽക്കരണ പ്രവർത്തനങ്ങളാണ്, അവയർനെസ് പ്രോഗ്രാംസ് ആണ് സംഘടിപ്പിക്കുന്നത്. ഈ സൈഡിൽ കൊടുത്തിരിക്കുന്ന പേരുകൾ എൻലൈറ്റൻമെന്റ്, മെറ്റാമോർഫോസിസ്, വോയിസ് ഓഫ് ആചാര്യ, ഹെൽപ്പിംഗ് ഹാൻഡ്സ്, ലവിംഗ് ഹോംസ്, ആർട്സ് വോളണ്ടിയേഴ്സ്, ഇതെല്ലാം തന്നെ നമ്മളുടെ ചാരിറ്റി പ്രവർത്തനങ്ങളാണ്. അതായത് എൻലൈറ്റൻമെന്റ് എന്ന് പറഞ്ഞാൽ ആരോഗ്യം, പഞ്ചഭൂതം, ഡ്രഗ് അബ്യൂസ്, അതേപോലെ തന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ, ഹ്യൂമൻ റൈറ്റ്സ്, ഇതിനെക്കുറിച്ചൊക്കെയുള്ള അവയർനെസ് ആണ് എൻലൈറ്റൻമെന്റ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ മെറ്റാമോർഫോസിസ് എന്ന് പറയുന്ന പ്രോഗ്രാം ട്രാൻസ്ഫോമിങ് പീപ്പിൾ ഹു എൻഗേജ് ക്രിമിനൽ ആക്ടിവിറ്റീസ് ടു സോഷ്യൽ കമ്മിറ്റഡ് ലൈക്ക് ലാർവ ട്രാൻസ്ഫോം ബട്ടർഫ്ലൈ. അതായത് നമുക്ക് ആളുകളെ, ക്രിമിനൽ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന ആളുകളെ സാമൂഹ്യ പ്രതിബദ്ധതയുള്ളവരാക്കി മാറ്റുന്നു, പുഴു പൂമ്പാറ്റയാകുന്നത് പോലെ. അതാണ് മെറ്റാമോർഫോസിസ് എന്ന് പറഞ്ഞ പ്രോഗ്രാം. അതേപോലെ തന്നെ വോയിസ് ഓഫ് ആചാര്യ എന്ന് പറയുന്നത് ഫാമിലി കൗൺസിലിങ്ങും അതേപോലെ തന്നെ കൗൺസിലിങ്ങും. ഹെൽപ്പിംഗ് ഹാൻഡ്സ് എന്ന് പറഞ്ഞാൽ
ഫൈനാൻഷ്യലി ആളുകളെ സഹായിക്കുന്ന ഒരു പ്രോഗ്രാമാണ്. അതേപോലെ ലവിങ് ഹോംസ് എന്ന് പറഞ്ഞാൽ അനാഥരും നിരാലംബരുമായിട്ടുള്ള ആളുകളെ, അത് മനുഷ്യരാണെങ്കിലും മൃഗങ്ങളാണെങ്കിലും അങ്ങനെയുള്ള ആളുകളെ ഒരുമിച്ച് ചേർക്കുന്ന ഒരു ഹോംലി അറ്റ്മോസ്ഫിയർ, ഒരു സ്നേഹ, ഒരു വീട്, കുടുംബ അന്തരീക്ഷം നമ്മൾ സൃഷ്ടിക്കുക. അതാണ് ലവിങ് ഹോംസ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ വ്യത്യസ്ത ഏജ് ഗ്രൂപ്പിലുള്ള ആളുകളെയാണ്, സ്ത്രീകളെന്നോ പുരുഷനെന്നോ അങ്ങനെ വ്യത്യാസമില്ല. ഇപ്പൊ ബാലമന്ദിരങ്ങൾ, സ്ത്രീകൾക്കുള്ള അഗതി മന്ദിരങ്ങൾ, വൃദ്ധസദനങ്ങൾ, ഇങ്ങനെയൊക്കെയാണല്ലോ നമ്മുടെ നാട്ടിൽ ചെയ്യാറുള്ളത്. അങ്ങനെയല്ലാതെ അവർക്കൊരു ഹോംലി അറ്റ്മോസ്ഫിയർ കിട്ടുന്ന കുടുംബാന്തരീക്ഷം, മുത്തച്ഛനും മുത്തശ്ശിയും അമ്മയും അച്ഛനും സഹോദരനും സഹോദരിയും ഒക്കെയുള്ള ഒരു അന്തരീക്ഷം നമ്മൾ സൃഷ്ടിക്കുകയാണ്. അതേപോലെ തന്നെ ആർട്സ് വോളണ്ടിയേഴ്സ് എന്ന് പറഞ്ഞാൽ രണ്ട് തരം വോളണ്ടിയേഴ്സും, ഒന്ന് ട്രെയിൻഡ് ആൻഡ് മറ്റൊന്ന് അൺട്രെയിൻഡ്. ഇതിന്റെ മെമ്പേഴ്സ് ആയിട്ട് വരുന്നവരെല്ലാവരും തന്നെ വോളണ്ടിയേഴ്സാണ്. അതായത് സ്വമേധയാ മറ്റുള്ളവരെ സഹായിക്കാനും മറ്റുള്ളവർക്ക് വേണ്ടി പ്രവർത്തിക്കാനും തയ്യാറുള്ളവരാണ് ഈ ആർട്സ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ പ്രവർത്തകരായി വരുന്നത്. അപ്പോൾ അതിനകത്ത് പ്രത്യേക പരിചയസമ്പന്നരായിട്ടുള്ള, പരിശീലനം സിദ്ധിച്ചവരായിട്ടുള്ള വോളണ്ടിയേഴ്സ് ഉണ്ടാവും. അവര് ഈ വലിയ അപകടങ്ങളും ദുരന്തങ്ങളും ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് ആളുകളെ സഹായിക്കാൻ ട്രെയിൻഡ് ആയിട്ടുള്ള വോളണ്ടിയേഴ്സിന് ആവശ്യമുണ്ട്. അത് നമ്മുടെ അങ്ങനെ താല്പര്യമുള്ള ആളുകൾക്ക് നമ്മൾ അതിനുള്ള ട്രെയിനിങ് കൊടുത്ത് അത്തരം ഒരു ഗ്രൂപ്പിനെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നതായിരിക്കും. ഇനി മീഡിയ, നമുക്ക് ആർട്സ് കമ്മ്യൂണിക്കേഷൻസ് എന്ന് പറയുന്ന സോഷ്യൽ മീഡിയയും പ്രിന്റഡ് മീഡിയയും വിഷ്വൽ മീഡിയയും എല്ലാ മീഡിയാസും നമ്മുടെ അണ്ടറിൽ വരും. ഇങ്ങനെ വരുമ്പോൾ നമുക്ക് ഈ 9 ഡിവിഷനും നമ്മൾ ഇവിടെ കടന്നു പോകുമ്പോൾ സമൂഹത്തിലെ എല്ലാ മേഖലയും ഇത് നമ്മുടെ അണ്ടറിൽ വരും. അപ്പൊ ഇങ്ങനെ സ്വന്തമായി മറ്റാരെയും ഡിപ്പെൻഡ് ചെയ്യാതെ നമുക്ക് തന്നെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയുള്ള സംവിധാനമാണ് നമ്മൾ ആർട്സ് ചാരിറ്റബിൾ ട്രസ്റ്റിലൂടെ ഒരുക്കുന്നത്. ഇനി നമുക്ക് എങ്ങനെ ഇതിന്റെ അംഗമാകാം? നമുക്ക് ഒരു വോളണ്ടിയർ ആയിട്ട് ഒരു ഗ്രൂപ്പ് മെമ്പർഷിപ്പിലേക്ക് നമുക്ക് 100 രൂപ അടച്ചുകൊണ്ട് നമുക്ക് ഇതിന്റെ മെമ്പറായി വരാം. അതിന് നമുക്ക് വേണ്ടത് അങ്ങനെ വരാം. അതിനുശേഷം നമുക്ക് ഇതിന്റെ ഫുൾ മെമ്പർ ആകണമെന്നുണ്ടെങ്കിൽ നമുക്ക് 1000 രൂപ നമുക്ക് സ്വന്തമായിട്ട്, അല്ലെങ്കിൽ മാസം ഒരു 10,000 രൂപയെങ്കിലും നമുക്ക് സ്വന്തമായിട്ട് വരുമാനം ഉണ്ടെങ്കിൽ നമുക്ക് ഇതിന്റെ ഫുൾ മെമ്പറായിട്ട് മാറാം. അപ്പൊ 1000 രൂപ നമുക്ക് അതിനുവേണ്ടി ഈ മെമ്പർ ആകുന്നതിന് വേണ്ടി ആദ്യം അടയ്ക്കണം. പിന്നീട് എല്ലാ മാസവും നമുക്ക് 1000 രൂപ സബ്സ്ക്രിപ്ഷൻ അടയ്ക്കണം. അപ്പോൾ വാളണ്ടിയർ ആണെങ്കിൽ, മെമ്പർ ആകുന്നില്ലെങ്കിൽ അവര് 100 രൂപ എല്ലാ മാസവും സബ്സ്ക്രിപ്ഷൻ അടയ്ക്കണം. ഫുൾ മെമ്പർ ആയാൽ എല്ലാ മാസവും മന്ത്ലി 1000 രൂപ സബ്സ്ക്രിപ്ഷൻ അടയ്ക്കണം. അത് നമുക്ക് ഒരു 9,999 രൂപ മന്ത്ലി നമുക്ക് ഏൺ ചെയ്യാൻ തുടങ്ങുന്ന സാഹചര്യം മുതൽ നമ്മൾ ഫുൾ മെമ്പർ ആയാൽ മതി. ഇനി നമ്മൾ ആദ്യം ഗ്രൂപ്പ് മെമ്പർ ആകുന്നു എന്ന് പറഞ്ഞു. അതായത് പൊതുവായിട്ട് ഒരു ജനറൽ ഗ്രൂപ്പ് ഉണ്ട്, ആ ഗ്രൂപ്പിലായിരിക്കും നമ്മൾ അംഗമാകുന്നത്. പിന്നീട് നമുക്ക് 9 വർക്കിംഗ് ഗ്രൂപ്പ് ഉണ്ട്. ഇതിനകത്ത് ഏതെങ്കിലും ഒരു വർക്കിംഗ് ഗ്രൂപ്പിലേക്ക് മാറാം. അതായത് നമ്മൾ ആർട്സ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ മിനിമം 2 ഗ്രൂപ്പിൽ നമ്മൾ അംഗങ്ങളായിരിക്കും. ഒന്ന് നമ്മൾ ജനറൽ ഗ്രൂപ്പിൽ എല്ലാ ആൾക്കാരും ഉണ്ട്. പ്രത്യേകമായിട്ട് നമ്മൾ നമ്മുടെ സ്കില്ല് അനുസരിച്ച് നമ്മൾ ഏതെങ്കിലും ഒരു വർക്കിംഗ് ഗ്രൂപ്പിലും ഉണ്ടാവുന്നതാണ്. അതിന്റെ ഗ്രൂപ്പുകളെല്ലാം തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ ഡിവിഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഗ്രൂപ്പുകളാണ്. എഡ്യൂക്കേഷണൽ ഗ്രൂപ്പ് ഉണ്ട്, ഫിനാൻഷ്യൽ ഗ്രൂപ്പ് ഉണ്ട്, FG എന്ന ഷോർട്ട് ഫോം, ഹെൽത്തിന്റെ ഗ്രൂപ്പ് ഉണ്ട്, അഗ്രികൾച്ചർ ഗ്രൂപ്പ് ഉണ്ട്, കൺസ്ട്രക്ഷൻ ഗ്രൂപ്പ് ഉണ്ട്, ഇൻഡസ്ട്രി ഗ്രൂപ്പ് ഉണ്ട്, സർവീസ് ഗ്രൂപ്പ് ഉണ്ട്, സോഷ്യൽ ആക്ടിവിറ്റി ഗ്രൂപ്പ് ഉണ്ട്, മീഡിയ ഗ്രൂപ്പ്. ഇതിനകത്ത് ഏത് ഗ്രൂപ്പ് വേണമെങ്കിലും നമുക്ക് വരാം. ഇത് നമുക്ക് ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യാനാണെങ്കിൽ ആർട്സ് LLPs ഉണ്ട്, ആർട്സ് സ്റ്റോർസ് ഉണ്ട്, ആർട്സ് കിച്ചൺസ് ഉണ്ട്, ആർട്സ് ഫിനാൻസ് കമ്പനി ഉണ്ട്, ആർട്സ് നാച്ചുറൽ ഫാമിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ്, ആർട്സ് കൺസ്ട്രക്ഷൻ ആൻഡ് ഡെവലപ്മെന്റ് പ്രൈവറ്റ് ലിമിറ്റഡ്, ഇങ്ങനെയുള്ള സ്ഥാപനങ്ങൾ. ഇനി നമ്മുടെ ട്രസ്റ്റിന്റെ അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ ഓർഗനൈസേഷൻ ആൻഡ് അഡ്മിനിസ്ട്രേഷൻ, ഇതിന്റെ സംഘാടനവും ഇതിന്റെ ഭരണവും എങ്ങനെയാണ്? ഇതിന്റെ ഏറ്റവും ഏറ്റവും ടോപ്പസ്റ്റ് ആയിട്ട് നിൽക്കുന്നത് പ്രസിഡന്റാണ്. ആ പ്രസിഡന്റ് അണ്ടറിൽ ഒരു എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഉണ്ടാവും, അതേപോലെ ഒരു അഡ്മിനിസ്ട്രേറ്റർ ഉണ്ടാവും.
എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ താഴെ എല്ലാ രാജ്യത്തും, ഇതൊരു ഗ്ലോബൽ സംഘടനയാണ്, എല്ലാ രാജ്യത്തും അതിൻ്റെ ഒരു നാഷണൽ കമ്മിറ്റി ഉണ്ടാവും. അതേപോലെ അതിൻ്റെ അണ്ടറിൽ നാഷണൽ കമ്മിറ്റിയുടെ അണ്ടറിൽ ഒരു സോണൽ കമ്മിറ്റി ഉണ്ടാവും. ഇന്ത്യ പോലെ രാജ്യങ്ങളാണെങ്കിൽ, സ്റ്റേറ്റ് ആണെങ്കിൽ ആ സ്റ്റേറ്റ് കമ്മിറ്റിയാണ് സോണൽ കമ്മിറ്റി ഉദ്ദേശിക്കുന്നത്. സ്റ്റേറ്റിനെ വീണ്ടും വിഭജിച്ചുകൊണ്ട് ഡിവിഷണൽ കമ്മിറ്റികൾ ഉണ്ടാവും. അത് നമ്മുടെ കേരളത്തിലാണെങ്കിൽ ജില്ലാ കമ്മിറ്റികളായിരിക്കും. ഡിവിഷന്റെ താഴെ ഒരു സബ് ഡിവിഷണൽ കമ്മിറ്റി ഉണ്ടാവും. അത് നമുക്കൊന്നെങ്കിൽ താലൂക്ക് അടിസ്ഥാനത്തിലോ അല്ലെങ്കിൽ മണ്ഡല അടിസ്ഥാനത്തിലോ നമുക്കുണ്ടാകും. അല്ലെങ്കിൽ നമുക്ക് ത്രിതല പഞ്ചായത്താണെങ്കിൽ ബ്ലോക്ക് അടിസ്ഥാനത്തിൽ വേണമെങ്കിലും ഉണ്ടാക്കാം. അതിൻ്റെ താഴെ റൂറൽ ആൻഡ് അർബൻ കമ്മിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് ലോക്കൽ അഡ്മിനിസ്ട്രേഷനാണ്. അതായത് നമ്മൾ പഞ്ചായത്തോ മുനിസിപ്പാലിറ്റിയോ കോർപ്പറേഷനോ പോലുള്ള, അത് പഞ്ചായത്ത് ആണെങ്കിൽ റൂറലും മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ വരുമ്പോൾ അർബൻ കമ്മിറ്റിയാണ്. അതേപോലെ ഇതിന്റെ വാർഡ് തലത്തിലുള്ള കമ്മിറ്റിയാണ് യൂണിറ്റ് കമ്മിറ്റി എന്ന് പറയുന്നത്. ആ യൂണിറ്റ് കമ്മിറ്റിയെ വീണ്ടും നമുക്ക് ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ നമുക്ക് അയൽക്കൂട്ടങ്ങൾ, നമ്മുടെ കേരളത്തെ സംബന്ധിച്ചാണെങ്കിൽ അയൽക്കൂട്ടങ്ങൾ ആയിട്ട് നമുക്ക് ഓരോ ഗ്രൂപ്പ്സിനെ ക്രിയേറ്റ് ചെയ്യാം. അങ്ങനെ പല പല ഗ്രൂപ്പുകൾ ചേർന്ന് നമുക്കൊരു യൂണിറ്റ് കമ്മിറ്റി, ഒരു വാർഡ് കമ്മിറ്റി ഉണ്ടാക്കാം. അപ്പൊ നമ്മൾ വാളണ്ടിയർ ആയിട്ടാണ് ഇതിനകത്ത് മെമ്പർ ആവുന്നത്. വാളണ്ടിയേഴ്സ് ചേർന്ന് ഗ്രൂപ്പ് ആവും, ഗ്രൂപ്പ് ചേർന്ന് യൂണിറ്റ് കമ്മിറ്റി ആവും. യൂണിറ്റ് കമ്മിറ്റിയാണ് ഇതിന്റെ ഏറ്റവും താഴെയുള്ള ബേസിക് കമ്മിറ്റി. അവിടെ മുതൽ മുകളിലേക്ക് നമുക്ക് ഓരോ കമ്മിറ്റികൾ. ഇനി ഇതിനെല്ലാം കൺട്രോൾ ചെയ്യാനും സഹായിക്കാനും ഉദ്യോഗസ്ഥരുടേതായ ഒരു ഭരണ സംവിധാനമാണ് അഡ്മിനിസ്ട്രേറ്റർ തുടങ്ങി നാഷണൽ കോർഡിനേറ്ററും സ്റ്റേറ്റ് കോർഡിനേറ്ററും ഡിസ്ട്രിക്ട് കോർഡിനേറ്ററും. അതാണ് സ്റ്റേറ്റ് കോർഡിനേറ്ററാണ് സോണൽ കോർഡിനേറ്റർ, ജില്ലാ കോർഡിനേറ്ററാണ് ഡിവിഷണൽ കോർഡിനേറ്റർ. സബ് ഡിവിഷണൽ കോർഡിനേറ്റർ എന്ന് പറയുന്നത് ബ്ലോക്ക് തലത്തിലോ താലൂക്ക് തലത്തിലോ സബ് ജില്ലാ തലത്തിലോ വരുന്ന കോർഡിനേറ്ററാണ്. അതേപോലെ റൂറൽ ആൻഡ് അർബൻ കോർഡിനേറ്റർ എന്ന് പറഞ്ഞാൽ പഞ്ചായത്ത് തലത്തിലും മുനിസിപ്പാലിറ്റി തലത്തിലും കോർപ്പറേഷൻ തലത്തിലുള്ള കോർഡിനേറ്ററാണ്. യൂണിറ്റ് കോർഡിനേറ്റർ എന്ന് പറഞ്ഞാൽ അതാത് യൂണിറ്റ് കമ്മിറ്റികളുടെ കോർഡിനേറ്റർ. ഇതെല്ലാം ഉദ്യോഗസ്ഥന്മാരായിരിക്കും. അപ്പൊ ഇതിന്റെ പല മേഖലകളിൽ ഉദ്യോഗസ്ഥന്മാരായിട്ട് നമുക്ക് നമ്മുടെ ട്രസ്റ്റിലെ മെമ്പേഴ്സിന് തന്നെ വരാവുന്നതാണ്. എല്ലാ കമ്മിറ്റിയിലും ഇരിക്കുന്ന ആളുകൾക്ക് അവർക്ക് ഹോണററിയോ അവരുടെ ട്രസ്റ്റിന്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയുള്ള ചെലവുകളും ഒക്കെ ട്രസ്റ്റ് തന്നെ നിർവഹിക്കുന്നതാണ്. ഇനി ഒരു ചെറിയ കാര്യം കൂടി സൂചിപ്പിച്ചിട്ട് നമുക്ക്, ചെറുതല്ല, വളരെ പരമപ്രധാനമായ ഒരു കാര്യം കൂടി സൂചിപ്പിച്ചിട്ട് ഞാനിത് അവസാനിപ്പിക്കാം. അതായത് നമ്മൾ ഇത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞു, ഇതൊക്കെ വലിയ പണച്ചെലവുള്ള കാര്യങ്ങളാണ്. ഇതിനകത്ത് എങ്ങനെയാണ് നമുക്ക് ഇതിനൊക്കെ സാമ്പത്തികം കണ്ടെത്താൻ കഴിയുന്നത് എന്ന് നിങ്ങൾക്ക് സംശയം ഉണ്ടാവും. അപ്പൊ അതിനുള്ള മറുപടിയാണ് ഇനി പറയുന്നത്. അത് നമുക്ക് ഈ സാധാരണ സംഘടനകളിൽ പ്രവർത്തിച്ച് എന്നവർക്കറിയാം. ഓരോ സംഘടനയിലും അവർ പ്രവർത്തിക്കുമ്പോൾ അവർക്ക് സ്വന്തമായിട്ട് ഒത്തിരി പണച്ചെലവ് വരുന്നു. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഉണ്ട്, സോണൽ കമ്മിറ്റി ഉണ്ട്. ഇവിടെ ഇപ്പൊ നമ്മൾ നാഷണൽ കമ്മിറ്റി ഇപ്പോൾ ക്രിയേറ്റ് ചെയ്തതുകൊണ്ടാണ് നമ്മളെ കേരളത്തെ ആസ്പദമാക്കിയാണ് നമ്മൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മുടെ പ്രവർത്തനങ്ങൾ തുടങ്ങുന്നത്. അതുകൊണ്ട് എക്സിക്യൂട്ടീവ് കമ്മിറ്റി, സോണൽ കമ്മിറ്റി, ഡിവിഷണൽ കമ്മിറ്റി, സബ് ഡിവിഷണൽ കമ്മിറ്റി, റൂറൽ ആൻഡ് അർബൻ, വാർഡ് കമ്മിറ്റി, ഇത്രയും കമ്മിറ്റികളാണ് നമ്മൾ ഉള്ളത്. അതിനകത്ത് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ പ്രസിഡന്റും 14 ജില്ലാ പ്രതിനിധികളും അടങ്ങുന്ന 15 പേരാണ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി. സോണൽ കമ്മിറ്റി എന്ന് പറഞ്ഞാൽ 14 ജില്ലകളിൽ നിന്നും 2 പേര് വെച്ച് പ്രാതിനിധികളാണ്. അത് ആദ്യത്തെ ഈ 14 പേരിൽ ഓരോ ജില്ലയിലെയും പ്രതിനിധികൾ ഉണ്ടാവും. കൂടാതെ ഓരോ ആൾക്കാരെയും കൂടി അതിനകത്ത് ഉൾപ്പെടുത്തിക്കൊണ്ട് വരുന്ന കമ്മിറ്റിയാണ് 28 അംഗ കമ്മിറ്റിയാണ് സോണൽ കമ്മിറ്റി, ആ സംസ്ഥാന കമ്മിറ്റി. അതുപോലെ നമ്മുടെ താലൂക്ക് അടിസ്ഥാനത്തിലോ അല്ലെ പഞ്ചായത്ത് അടിസ്ഥാനത്തിലുള്ള ഭാരവാഹികളെ ചേർത്തുണ്ടാക്കുന്ന കമ്മിറ്റിയാണ് ജില്ലാ കമ്മിറ്റി എന്ന് പറയുന്നത്. അതേപോലെ പഞ്ചായത്തിൽ ഉള്ള ആളുകളെ ചേർത്തുണ്ടാക്കുന്ന കമ്മിറ്റിയാണ് ഈ പറയുന്ന സബ് ഡിവിഷണൽ കമ്മിറ്റി എന്ന് പറയുന്നത്. വാർഡ് തലത്തിലുള്ള ആളുകളെ ചേർത്തുണ്ടാക്കുന്ന കമ്മിറ്റിയാണ് റൂറൽ ആൻഡ് അർബൻ കമ്മിറ്റി. ഇത് കേരളത്തിൽ മൊത്തമുള്ള മെമ്പേഴ്സിന്റെ അല്ലെങ്കിൽ ഭാരവാഹികളുടെ എണ്ണമാണ് ഇവിടെ കൊടുക്കുന്നത്. അങ്ങനെ എല്ലാ വാർഡ് തലത്തിലുള്ള കമ്മിറ്റി ഉണ്ടായി കഴിയുമ്പോൾ 1,70,70,623 പേരായിരിക്കും നമ്മുടെ കമ്മിറ്റി ഭാരവാഹികളായിട്ട് വരുന്നത്. അത്രയും ഭാരവാഹികൾ വന്നാൽ ഡൊണേഷൻ ആയിട്ട് നമുക്ക് ഏകദേശം 19 കോടി രൂപ നമുക്ക് കിട്ടും. അതുപോലെ തന്നെ നമുക്ക് എല്ലാ മാസവും 17 കോടി അധികം രൂപ നമുക്ക് സബ്സ്ക്രിപ്ഷൻ ആയിട്ട് നമുക്ക് ലഭിക്കും. അതിന് നമുക്ക്
ലഭിക്കുന്ന സബ്സ്ക്രിപ്ഷന്റെ 7.5%, 17.5% നമ്മൾ ഇത് കളക്ട് ചെയ്യുന്ന ആളുകൾ, നമ്മുടെ മെമ്പേഴ്സ് ആയിട്ടുള്ള ആളുകൾക്ക് തന്നെ തിരിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ 2,98,59,000 ചില്ലുവാനും രൂപ നമ്മൾ ഈ കളക്ഷൻ ചാർജ് ആയിട്ട് നമുക്ക് മെമ്പേഴ്സിന് തന്നെ കിട്ടുന്നതാണ്. അതെങ്ങനെയാണെന്ന് ഞാൻ പറയാം. അതുപോലെ തന്നെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിക്ക് ഇതിന്റെ 2.5% ഉണ്ട്. അതായത് മൊത്തം ഒരു മാസം എക്സിക്യൂട്ടീവ് കമ്മിറ്റിക്ക് 4,26,000 രൂപ. അത് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ ചെലവിലേക്കാണ്. അതുപോലെ തന്നെ നാഷണൽ കമ്മിറ്റിക്ക് വേണ്ടി നമ്മൾ 8,53,000 രൂപ മാറ്റി വെക്കുന്നുണ്ട്. നിലവിൽ നാഷണൽ കമ്മിറ്റി ഇല്ലാത്തതുകൊണ്ട് എക്സിക്യൂട്ടീവ് കമ്മിറ്റിക്ക് അത് ഉപയോഗിക്കാം. സംസ്ഥാന കമ്മിറ്റിക്ക് വേണ്ടിയിട്ട് നമുക്ക് 12 ലക്ഷം രൂപ ഒരു മാസം കിട്ടുന്നുണ്ട്. അതൊക്കെ അവരുടെ സിറ്റിംഗ് ഫീയും ഇതൊക്കെ ആയിട്ട്, മുറി വാടകയാണ്, വാടക അതിനൊക്കെ വേണ്ടിയിട്ട് മാറ്റി വെക്കുന്നത്. അതുപോലെ തന്നെ ജില്ലാ കമ്മിറ്റികൾക്ക് മൊത്തമായിട്ട് 17 ലക്ഷം രൂപയാണ് വരുന്നത്. അത് ഒരു ജില്ലാ കമ്മിറ്റിക്ക് 1 ലക്ഷം രൂപ വെച്ച് 14 ജില്ലകൾ വരുമ്പോൾ ഏകദേശം 1,00,000 സംതിങ് രൂപയാണ് ഒരു ജില്ലാ കമ്മിറ്റിക്ക് വരുന്നത്. അതുപോലെ തന്നെ സബ് ഡിവിഷണൽ കമ്മിറ്റികൾ നമ്മുടെ കേരളത്തിലുള്ള മൊത്തം കമ്മിറ്റികൾക്കാണ് നമുക്ക് ഈ പറയുന്ന 21 ലക്ഷം രൂപ വരുന്നത്. ഇത് നമ്മൾ അതാത് ജില്ലാ കമ്മിറ്റികൾക്ക്, അതാത് സബ് ഡിവിഷൻ കമ്മിറ്റികൾ കൊടുക്കാനുള്ള ഫണ്ട് നമ്മൾ ഏൽപ്പിക്കും. അതേപോലെ തന്നെ പഞ്ചായത്ത് തലത്തിലാണെങ്കിലും നമുക്ക് 25 ലക്ഷം രൂപ ടോട്ടൽ എല്ലാ പഞ്ചായത്തിലേക്കും അതേപോലെ തന്നെ മുനിസിപ്പാലിറ്റികളിലേക്കും ഒക്കെ ഉള്ള ഫണ്ടാണ് ഈ പറയുന്നത്. അപ്പൊ അതൊക്കെ അതിന്റെ ഓരോ സ്ഥലത്തിന്റെയും പ്രത്യേകതകളും അതിന്റെ മുൻഗണന അനുസരിച്ച് അവർക്ക് ആ ഫണ്ട് ലഭിക്കും. അതേപോലെ തന്നെ റൂറൽ ആൻഡ് അർബൻ കമ്മിറ്റി, ഇത് നിങ്ങൾക്ക് ലഭിക്കുന്നത് നിങ്ങളുടെ അംഗങ്ങളുടെ എണ്ണം അനുസരിച്ചാണ് നിങ്ങൾക്ക് അവിടെ ഈ ഫണ്ട് ലഭിക്കുന്നത്. ഈ യൂണിറ്റ് കമ്മിറ്റികൾക്കും ഏകദേശം 38 ലക്ഷം രൂപയാണ് വരും. ഇനി നമുക്ക് കിട്ടുന്ന പൈസ കുറച്ച് ഭാഗം നമ്മൾ കമ്മിറ്റികൾക്ക് കൊടുക്കും, അത് കളക്ട് ചെയ്യുന്ന നമ്മുടെ മെമ്പേഴ്സിന് കൊടുക്കും. പിന്നെ വരുന്ന ഇതിന്റെ 5% വെച്ച് നമ്മൾ അഗ്രികൾച്ചർ കമ്പനിക്കും അതേപോലെ തന്നെ ആർട്സ് സ്റ്റോറിനും ആർട്സ് കിച്ചണും വേണ്ടി 5% വീതം മാറ്റിവെക്കുകയും കെട്ടിടങ്ങളും അതേപോലെ തന്നെ സ്ഥലമൊക്കെ വാങ്ങിക്കുന്നതിന് വേണ്ടി 10% മാറ്റിവെക്കുകയും പിന്നീട് 50% നമ്മൾ ബാങ്കിങ് മേഖലയിലേക്കാണ് മാറ്റുന്നത്. അങ്ങനെ നമുക്ക് കിട്ടുന്ന 17 കോടി രൂപയുടെ ഓരോ മാസവും നമ്മൾ അഗ്രികൾച്ചർ ഇതിന് വേണ്ടിയിട്ട് കമ്പനിക്ക് വേണ്ടി 85 ലക്ഷവും ആർട്സ് സ്റ്റോറിന് വേണ്ടി 85 ലക്ഷവും ആർട്സ് കിച്ചന് വേണ്ടി 85 ലക്ഷവും അതേപോലെ തന്നെ 1,70 ലക്ഷം രൂപ നമ്മൾ സ്ഥലം വാങ്ങുന്നതിനും അതേപോലെ തന്നെ 8,53 ലക്ഷം രൂപ നമ്മൾ ബാങ്കിങ് സംവിധാനത്തിന് വേണ്ടി മാറ്റി. അപ്പോൾ നമുക്ക് എന്നാണ് ഇതേപോലെ നമ്മുടെ കേരളത്തിലെ ഇതല്ല, നമുക്കത് ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ 1 മാസം കൊണ്ടോ 2 മാസം കൊണ്ടോ അല്ല, നമുക്ക് 1 വർഷം കൊണ്ടെങ്കിലും നമ്മുടെ എല്ലാ വാർഡിലും ഇതേപോലെ സംവിധാനം കൊണ്ടുവരാൻ കഴിഞ്ഞാൽ, ഇപ്പൊ 2025 നമുക്ക് അത്തരം പ്രവർത്തനങ്ങളിലേക്ക് നമുക്ക് കടക്കാൻ കഴിഞ്ഞാൽ നമുക്ക് ഈ 2025 കൊണ്ട് ഇനിയിപ്പോ നമുക്ക് 4 മാസങ്ങൾ നമ്മളുടെ ഇന്ന് നഷ്ടപ്പെട്ടു പോയിരിക്കുകയാണ്. ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ 4 മാസങ്ങൾ നമ്മളിൽ നിന്ന് പോയി. ഇനി നമുക്കുള്ളത് വെറും 8 മാസങ്ങളാണ് നമ്മുടെ കയ്യിലുള്ളത്. ഈ 8 മാസം കൊണ്ട് നമ്മുടെ സംസ്ഥാനത്തെ മുഴുവൻ പഞ്ചായത്തിലും മുഴുവൻ വാർഡുകളിലും കമ്മിറ്റി ഉണ്ടാക്കാൻ കഴിഞ്ഞാൽ ഒരു മാസം നമുക്ക് 12 കോടിയിൽ അധികം രൂപ വരുമാനം ഉണ്ടാക്കാൻ സാധിക്കുകയും ഇതേപോലെ നമ്മളുടെ സ്ഥാപനങ്ങൾക്ക് വേണ്ടി ഫണ്ട് സ്വരൂപിക്കാൻ കഴിയുകയും ചെയ്യും. അതോടൊപ്പം തന്നെ നമുക്ക് എല്ലാവർക്കും അതിനകത്ത് നിന്ന് ഒരു വരുമാനം ലഭിക്കുകയും ചെയ്യും. ഇനി എങ്ങനെയാണ് വരുമാനം ലഭിക്കുക എന്ന് ഞാൻ പറയാം. അതായത് നമ്മൾ 10, 100, 1000 ഇങ്ങനെ ഒരു ടീം ഉണ്ടാക്കുക. ടീം എ, ടീം ബി, ടീം സി. ഇങ്ങനെ നമ്മൾ 3 ടീം ഉണ്ടാക്കുമ്പോൾ
നമുക്ക് ആദ്യത്തെ ടീമിൽ നിന്നും ഒരാളിൽ നിന്നും 10 നമ്മൾ നേരിട്ട് 10 പേരെ നമ്മൾ കൊണ്ടുവരുമ്പോൾ ആ 10 പേര് മന്ത്ലി സബ്സ്ക്രിപ്ഷൻ അടയ്ക്കുമ്പോൾ വരിസംഖ്യ അടയ്ക്കുമ്പോൾ ഒരാളിൽ നിന്ന് 100 രൂപയാണ്. 10 ഇൻറ്റു 100 അങ്ങനെ 1000 രൂപ നമുക്ക് ടീം എയിൽ നിന്ന് ലഭിക്കും. ഇനി ടീം ബിയിൽ വരുന്നത് നമ്മൾ കൊണ്ടുവരുന്ന 10 പേരും കൊണ്ടുവരുന്ന 10 പേരാണ് 100 പേര് എന്ന് പറയുന്നത്. അവരിൽ നിന്നും നമുക്ക് 50 രൂപയാണ് ലഭിക്കുന്നത്. അങ്ങനെ 5000 രൂപ അവരുടെ കളക്ഷൻ ചാർജ് ആയിട്ട് നമുക്ക്. അതേപോലെ നമ്മളുടെ ടീമിൽ ബിയിൽ വരുന്നവരുടെ എ ടീമാണ് ഈ പറയുന്ന 1000 പേര്. അപ്പൊ 1000 പേരിൽ നിന്നും നമുക്ക് 25 രൂപയാണ് കിട്ടുന്നത്. അങ്ങനെ 25,000 രൂപ നമുക്ക് കിട്ടും. അപ്പോൾ നമുക്ക് ഈ പറയുന്ന 1110 പേരുടെ ടീം നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയ അതിനാകെ നമ്മൾ ചെയ്യേണ്ടത് ഈ 10 പേരെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുക എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ 10 പേരെ ക്രിയേറ്റ് ചെയ്താൽ ഈ 10 പേരും 10 പേരെ ക്രിയേറ്റ് ചെയ്യുന്നു, അവരും 10 പേരെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ടീം എ, ടീം ബി, ടീം സി എന്ന് പറയുന്ന 3 ടീം ഉണ്ടാവും. അങ്ങനെ എല്ലാ മാസവും നമുക്ക് 31,000 രൂപ നമുക്ക് വരുമാനം കിട്ടും. അതിനകത്ത് നിന്ന് 1000 രൂപ നമ്മൾ സബ്സ്ക്രിപ്ഷന് വേണ്ടി ചിലവഴിക്കുന്നു. ബാക്കി 30,000 രൂപയുണ്ട്. ആ 30,000 രൂപയും എങ്ങനെ ചെലവഴിക്കണം എന്ന് നിങ്ങൾക്ക് നമ്മുടെ ക്ലാസ്സുകളിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ നമ്മുടെ ഫണ്ട് വിനിയോഗം. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു സംവിധാനം ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ് നമ്മളുടെ പ്രവർത്തനം. അപ്പൊ ഇത്തരം പ്രവർത്തനങ്ങളിലേക്ക് എന്നെ കേൾക്കുന്ന എല്ലാവരെയും ഞാൻ ക്ഷണിക്കുകയാണ്. നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് ഒരു കാര്യം കൂടെ സൂചിപ്പിച്ചിട്ട് ഞാൻ ഇത് അവസാനിപ്പിക്കാം. നമ്മുടെ വിധി നിർണ്ണയിക്കുന്നത് നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾ. നമ്മുടെ തീരുമാനങ്ങൾ നിർണ്ണയിക്കുന്നത് നമ്മുടെ മാനസികാവസ്ഥയാണ്. ശരിയായ മാനസികാവസ്ഥ നിലനിർത്തുകയും മനുഷ്യകുലത്തിന്റെ നിലനിൽപ്പിനും പുരോഗതിക്കും വേണ്ടി ശക്തമായ ഒരു തീരുമാനം എടുക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇത്രയും നേരം എന്നെ കേട്ടതിന് ആർട്സ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ പേരിലുള്ള നന്ദി നിങ്ങളെ അറിയിക്കുന്നു. എല്ലാവർക്കും സ്നേഹ വന്ദനം.